നമസ്കാരം ആതിര മിസ് ആണ് കേട്ടോ. ഇന്ന് മിസ് വന്നിരിക്കുന്ന മക്കളെ പ്രിഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിരിക്കും മിസ്സിന് അറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് വരാൻ തന്നെ മിസ് വിചാരിച്ചു. യെസ് ഏട്ടാ, നമ്മുടെ സിലബസ് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിലബസ് ചേഞ്ച് ആയപ്പോൾ ഏതൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും നമുക്ക് വരിക, ഏതൊക്കെ രീതിയിലായിരിക്കും പഠിച്ചോനെ നമ്മളിത് എഴുതേണ്ടതൊക്കെ ഒരുപാട് സംശയങ്ങളായിരിക്കും എല്ലാവർക്കും അല്ലേ. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കൊക്കെ ഒരു ആൻസർ ആയിട്ടാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് പറയാം. ഓക്കെ, അപ്പം മിസ്സിന് ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സും കാര്യങ്ങളും എല്ലാം അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം മക്കളെ നമുക്ക് നമ്മുടെ നേരെ പ്രിഡിക്ഷൻ വീഡിയോയിലേക്ക് കിടക്കാം. യെസ് എടാ, നിങ്ങൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രവർത്തനങ്ങളായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് അല്ലേ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒരു ടീച്ചർ തരുമ്പോൾ നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന പ്രവർത്തനങ്ങളാണ് മക്കളെ ഇത്. ഏതൊക്കെയാണ്? വിശകലന കുറിപ്പ്. ഒരു വിശകലന കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായിട്ടുണ്ടല്ലോ. മിസ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് അല്ലേ. യെസ്, അടുത്തത് കത്ത് എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു കത്ത് തയ്യാറാക്കേണ്ടത്. പിന്നെ പ്രതികരണക്കുറിപ്പ്, എന്തിനെ കുറിച്ചാണോ പ്രതികരിച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്തത് താരതമ്യക്കുറിപ്പ്. 2 പദ്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. അത് രണ്ടും വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ വ്യത്യാസങ്ങളും അതേപോലെ തന്നെ യോജിപ്പും വിയോജിപ്പും എല്ലാതും കൂടെ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്? താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അടുത്തത് കഥാപാത്ര നിരൂപണം. മക്കളെ, ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ചാപ്റ്ററിലൊക്കെ എന്താണ് കഥാപാത്രങ്ങൾ ഉണ്ട് അല്ലേ. യെസ്, എല്ലാ കഥാപാത്രങ്ങളും എല്ലാ പാഠഭാഗവും പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണം എഴുതാൻ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ആസ്വാദനക്കുറിപ്പ്. ആസ്വാദനക്കുറിപ്പ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? അതൊരു പദ്യത്തിൻ്റെ ആയിക്കോട്ടെ ഒരു ഗദ്യത്തിൻ്റെ ആയിക്കോട്ടെ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മിസ് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ, ഒരു ഇത് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പം അതൊക്കെ നിങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഈ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ മക്കളെ ഈ പ്രാവശ്യത്തെ എക്സാം നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യെസ്, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ തന്നെ മിസ്സിന് ഇന്നത്തെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടും. അപ്പോൾ എന്തായാലും എക്സാം അടിച്ച് പൊളി ചെയ്ത ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.